നമസ്കാരം. നവീൻ ബാബു കേസിൽ കുടുംബത്തിന്റെ ആവശ്യം മറികടന്നുകൊണ്ട് CBI അന്വേഷണം എന്ന വാദത്തിൽ നിന്നും അഭിഭാഷകൻ പിന്നോട്ട് പോകുന്നത് ഏവരെയും ഞെട്ടിച്ച സംഭവമാണ്. ഈ വിഷയത്തിൽ CPMന്റെ ചതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് വടകര MLA KK രമ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും മതി എന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ ആവശ്യം ഉന്നയിച്ച അഭിഭാഷകൻ ശ്രീകുമാർ അക്ഷരാർത്ഥത്തിൽ മഞ്ജുഷയെയും നവീൻ ബാബുവിന്റെ നീതി ആഗ്രഹിക്കുന്ന കേരള സമൂഹത്തെ ഒന്നടങ്കവും ചതിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ KM ഷാജഹാന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ KK രമ ആഞ്ഞടിക്കുകയായിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. ദിവസം ഈ മഞ്ജുഷ CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യവുമായി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ചെന്നപ്പോൾ മഞ്ജുഷ CBI അന്വേഷണത്തിൽ നിന്ന് പിന്മാറി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത വന്നു. അപ്പോൾ അതൊക്കെ ഈ മഞ്ജുഷയുടെ വിഷയത്തിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. പിന്നീടാണ് മനസ്സിലാകുന്നത് മഞ്ജുഷയുടെ അനുവാദമില്ലാതെ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഇങ്ങനൊരു കാര്യം ചോദിച്ചാണെന്നുള്ളത് അറിഞ്ഞു. പിന്നീട് മഞ്ജുഷയുടെ വക്കാലത്ത് ഒഴിവാകുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പ്രാഥമികമായി രമയ്ക്ക് അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്തായിരുന്നു? സത്യത്തിൽ ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ ഞെട്ടലുളവാക്കുകയാണ്. കാരണം കുടുംബം നേരത്തെ സർക്കാരിന്റെ അന്വേഷണം, കേരളത്തിലെ സർക്കാരിന്റെ അന്വേഷണം തൃപ്തികരമല്ല, അന്വേഷണം ഒരു കാരണവശാലും നീതി ലഭ്യമാവില്ല എന്ന് പറഞ്ഞിട്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നൊരു പ്രതികരണം വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു പ്രയാസമായിരുന്നു. പക്ഷെ പിന്നീടാണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നത്. ഒരു കാരണവശാലും അവർ ആവശ്യപ്പെട്ടതല്ല. എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ വാദിച്ച CBIയുടെ അഡ്വക്കേറ്റ് അദ്ദേഹമാണ് ഈ ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് മഞ്ജുഷയുടെ CBI കേസ് CBIക്ക് വിടണം എന്നുള്ള അഡ്വക്കേറ്റ് അദ്ദേഹം എങ്ങനെയാണ് അങ്ങനെ ഒരു വാദം അവിടെ ഉന്നയിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം കുടുംബം വെക്കുന്ന വക്കീലാണ്. കുടുംബം വെക്കുന്നത് സ്വാഭാവികത്തിൽ കുടുംബത്തിന്റെ ആവശ്യമാണ് കോടതിയിൽ ഉന്നയിക്കുക. മഞ്ജുഷയുടെ നാവായിട്ടാണല്ലോ അഡ്വക്കേറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് ഇവർ ആവശ്യപ്പെടാത്ത ഒരു വാദം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനുശേഷം കുടുംബം അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ വക്കാലത്ത് ഒഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത്തരം വക്കീൽമാരെ നമ്മളെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കുക എന്നുള്ള ഒരു വലിയ പ്രയാസം ഇരകളെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. അത് മഞ്ജുഷ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസ് CBI അന്വേഷണം തന്നെ നിൽക്കണം എന്നതാണ് നമ്മളെല്ലാവരും തുടക്കം മുതലേ ആവശ്യപ്പെടുന്നത്. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആ ഒരു അന്വേഷണമാണ് ഏറ്റവും അഭികാമ്യം എന്നത് തന്നെയാണ് കുടുംബവും അതുപോലെ തന്നെ പൊതുസമൂഹവും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ CBI അന്വേഷണം എന്നുള്ള ആവശ്യം വളരെ സുസംഘടിതമായി ശക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതിയിൽ അവതരിപ്പിക്കണം എന്ന് ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മഞ്ജുഷ അഭിഭാഷകൻ്റെ അടുത്ത് പറയുന്നു. ആ അഭിഭാഷകൻ അത് കോടതിയിൽ വന്ന് വാദിക്കുന്നു. വാദിച്ചതിന് ശേഷം ഒരു ഘട്ടം വരുമ്പോൾ കോടതി ഭയങ്കര ഹോസ്റ്റൈലായി. അതുകൊണ്ട് CBI അന്വേഷണത്തിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായി തോന്നാമെങ്കിലും വളരെ ലളിതമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുമോ? കാരണം എന്താ വെച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ചട്ടുകമായി മാറുന്നതെന്നുള്ളത് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഈ പെരിയ കേസിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അഭിഭാഷകൻ കോടതിയിൽ വന്ന് മഞ്ജുഷയുടെ താല്പര്യത്തിന് വിരുദ്ധമായി മഞ്ജുഷയുടെ അഭിഭാഷകനായി നിന്നുകൊണ്ട് ഇതുപോലൊരു ആവശ്യം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വളരെ ഔചാരിതമായി കണ്ടതായും വളരെ ലളിതമായുള്ളൊരു സംഭവിച്ചതായിട്ടും നമുക്കതിനെ വിലയിരുത്തി തള്ളിക്കളയാൻ കഴിയുമോ? അല്ല, ഞാനതിനെ അത്ര ലളിതമായിട്ടോ അത്ര നിസ്സാരമായിട്ടോ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റെന്തോ താല്പര്യമുണ്ടോ എന്ന സംശയം പോലും ബലപ്പെടുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, കുടുംബം ആവശ്യപ്പെടാത്ത ഒരു കാര്യം എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുക എന്ന പ്രധാന ചോദ്യമുണ്ട്. അതിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ഏത് താല്പര്യമാണ് അതിലേക്ക് നയിച്ചത്? എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു തീരുമാനം, അത്തരത്തിലൊരു വാദം അവിടെ ഉന്നയിക്കാൻ കാരണം? കാരണം CBI അന്വേഷണം തന്നെ വരണം എന്നാണ് ആ വക്കീൽ അവിടെ വാദിക്കേണ്ടതും അത് വാങ്ങിയെടുക്കേണ്ടതും. അതിനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതിയുടെ ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് മറ്റു പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചു മറ്റൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അത് അത്ര നിസ്സാരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതായത് മറ്റ് കാര്യങ്ങൾ മഞ്ജുഷ ആലോചിച്ച് ചെയ്യേണ്ടതാണ്.
അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ CBI അന്വേഷണം വരുന്നതിനെ പല്ലെന്നൊക്കെ ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു പാർട്ടിയാണല്ലോ CPM എന്ന് പറഞ്ഞ പാർട്ടി. CPM-ന് ഈ വിഷയത്തിൽ ഒരിക്കലും CBI അന്വേഷണം അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടിയുടെ തന്നെ ക്രെഡിബിലിറ്റിയുടെ ഒക്കെ പ്രശ്നമാണിത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾ ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ CPM-ഉം കൂടെ ഇടപെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും നീക്കം നടന്നു എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയും? അല്ല, നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്തോ ഒരു ഇത് അതിനകത്ത് സംഭവിക്കാതെ എങ്ങനെയാണ് അദ്ദേഹം അത് പറയുക എന്നുള്ളതാണ്. എനിക്ക് മഞ്ജുഷ ഇതിനകത്തൊരു പ്രതികരണം നടത്തിയിട്ടില്ല, പരസ്യ പ്രതികരണം നടത്തിയില്ല. എന്താണ് അവരുടെ വക്കീലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അപാകത എന്നതിനെ സംബന്ധിച്ച് അവർ കൂടി പറയേണ്ടതാണ്. അപ്പോഴാണ് നമുക്കതിന്റെ ക്ലാരിറ്റി കിട്ടൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വാദം ഉന്നയിച്ചത് അത് അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റെന്തോ താല്പര്യം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ബലപ്പെടുന്ന ഒരു സംശയമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഈ മഞ്ജുഷ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടത്താത്തതിന്റെ ഒരു വീഴ്ച ഇതിൽ സംഭവിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അല്ല, അങ്ങനെ അവർക്ക് ഒന്നാമത് അവരൊക്കെ ഇത്തരം കേസുകളൊന്നും കൈകാര്യം ചെയ്തോ അല്ലെങ്കിൽ കേസിന്റെ പിറകിൽ പോയ ഒരാളല്ലല്ലോ, ഒരു സാധാരണ സ്ത്രീയാണല്ലോ. അവർക്കൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ അതിന് തന്റെ ഭർത്താവിന്റെ മരണത്തിനിടയാക്കി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. അപ്പൊ വിശ്വസിച്ച വക്കീലിനെ കേസ് ഏൽപ്പിക്കുകയാണ്. അവര് ആ വക്കീൽ അതിനനുസരിച്ച് കൊണ്ടുപോകുമെന്ന് തന്നെയായിരിക്കുമല്ലോ മഞ്ജുഷ പ്രതീക്ഷിക്കുന്നതും കരുതുന്നതും. അതുകൊണ്ട് മഞ്ജുഷയ്ക്ക് അങ്ങനെ ഒരു ഇത് പറ്റി എന്നതല്ല, അതിലപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് എന്നതാണ് കാര്യത്തിൽ പറയേണ്ടത്. ഏതായാലും അവര് വക്കാലത്ത് ഒഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അവര് പറയാത്ത കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെയാണല്ലോ അത് വക്കാലത്ത് ഒഴിയുന്നൊരു സാഹചര്യവും. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം രമയെ പോലൊരാൾക്ക് ഈ TPയുടെ കേസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഇടപെട്ടും ഒക്കെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വനിതയും, എന്ന് മാത്രമല്ല രമയെ സംബന്ധിച്ചിടത്തോളം രമയ്ക്ക് ഒരു പാർട്ടിയുടെ പിന്തുണയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, രമയെ പോലുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഇനി കൂടുതൽ ഇവരുമായൊക്കെ സഹകരിച്ച് ഇവരെ ഒരു പിന്തുണയ്ക്കേണ്ട ഒരു ബാധ്യതയൊക്കെ ഇല്ലേ? അപ്പം അതൊക്കെ നിർവഹിക്കാനുള്ള ഒരു 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 ഇനിഷ്യേറ്റീവ് രമയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവും ഇനി? തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് തുടക്കം മുതലേ നമ്മൾ അവരോട് പറഞ്ഞത് എല്ലാവിധത്തിലും പിന്തുണ പൂർണ്ണമായിട്ടും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും നമ്മൾ ഈ കേസ് സംസാരിക്കാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. പൂർണ്ണമായിട്ടും മാനസികമായിട്ടും ഏത് തരത്തിൽ അവരുടെ സപ്പോർട്ട് വേണമെങ്കിൽ കൂടെ ഉണ്ടാവും. ഇനി മറ്റൊരു സമരം മറ്റൊരു ഇതിലേക്ക് ഇപ്പൊ പോവണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അവരും കൂടെ സംസാരിച്ചത്. സമരവും മറ്റു മാർഗങ്ങളിലേക്കൊന്നും പോവാതെ കേസ് നേരെ കോടതിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് അവരത് കൊടുത്തത്. ഏതായാലും പൂർണ്ണമായിട്ടും അവരോടൊപ്പം തന്നെയാണ്. എന്ത് സഹായവും മഞ്ജുഷയ്ക്ക് ചെയ്യാനും അവരുടെ കൂടെയും ഉണ്ടാവും. ആ ഒരു കാര്യം നേരത്തെ നമുക്കറിയാം, നവീൻ ബാബുവിന്റെ മരണം ഒരു അസ്വാഭാവിക മരണമാണ്, അതൊരു കൊലപാതകമാണ് എന്നവരെ സംശയം നമ്മളൊക്കെ പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്തരത്തിലൊരു അന്വേഷണം ആവശ്യമാണ് എന്നത് തന്നെയാണ് അന്നും ഇന്നും നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് അവരുടെ കൂടെ തന്നെ പൂർണ്ണമായിട്ടുമുണ്ട്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, അടുത്ത ഘട്ടത്തിൽ ഒരു പുതിയ വക്കീലിനെ അവർക്ക് വിശ്വാസയോഗ്യമായ ഒരു വക്കീലിനെ ഏർപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ രമയെ പോലെ ഇതിനകത്ത് ഇതുപോലുള്ള കേസൊക്കെ നടത്തി പരിചയസമ്പത്തുള്ള ആളുകളുടെ ഒരു സഹായമൊക്കെ അവർക്ക് കൊടുക്കാൻ തയ്യാറാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അവര് ഏത് സഹായം ആവശ്യപ്പെട്ടാലും ആ സഹായം കൊടുക്കാനും അവരോടൊപ്പം നിൽക്കാനും ഞങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതിനകത്ത് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പം VS അച്യുതാനന്ദനായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു ഇടപെടൽ എന്താകുമായിരുന്നു? അത്തരത്തിലുള്ള ഒരു ഇടപെടലും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ കാണുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള രമയ്ക്ക് എന്താ സൂചിപ്പിക്കാനുള്ളത്? അല്ല, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇടപെടേണ്ടതാണ്, ഇടപെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലൊരു എന്താ പറയുക, അതൊരു രാഷ്ട്രീയമായിട്ടോ അങ്ങനെ ഒരു സഹായമോ അവരുടെ ഭാഗത്ത് കുടുംബം ആ കേസ് കൊണ്ടുപോകുക എന്നുള്ളിടത്തിലേക്കാണ് അവരിപ്പോൾ ഉള്ളത്. മറ്റൊരു തരത്തിലുള്ള സഹായം ആരുടെ ഭാഗത്തുനിന്നും അവരിപ്പോ അഭ്യർത്ഥിച്ചിട്ടില്ല. അവരതിനെ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായിട്ടൊരു സഹായം അവര് മറ്റാരോടും ആ തരത്തിൽ ഒരു പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം ആ തരത്തിൽ എടുക്കാതെ. ഇനി ഒരു ഏത് ഘട്ടത്തിലും എന്താവശ്യമുണ്ടെങ്കിലും പ്രതിപക്ഷം അതിനൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല, പക്ഷെ ഇനി ഈ കേസ് എങ്ങനെ മുന്നോട്ട് ഇത് ഇവോൾവ് ചെയ്യുമെന്നാണ് രമ കരുതുന്നത്? കാരണം ഇപ്പൊ ഇത് വിധി പറയാൻ മാറ്റി വെച്ചിരിക്കുകയാണല്ലോ ഹൈക്കോടതി.
അതെ, ഇനി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഒന്ന് മറ്റേതൊക്കെയോ തരം ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും വിധി വരട്ടെ, നമുക്ക് അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നില്ല പൊതുമണ്ഡലത്തിന് ഇനി ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും ഈ സംഭവത്തിൽ? ഇത്തരം പല കേസുകളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദിശയിലേക്കല്ലല്ലോ കേസുകൾ പലതും പോകുന്നത്. ഇപ്പോ നമുക്കറിയാം, വാളയാർ കേസിൽ ആ പെൺകുട്ടിയുടെ നമ്മുടെ CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ ആ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം അമ്മയോടൊപ്പം നിന്ന ആളുകളെ മുഴുവൻ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹം. യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാനോ അതിനൊപ്പം നിൽക്കാനോ കഴിയാത്തൊരു സാഹചര്യം നമ്മളിപ്പം കാണുകയാണ്. ഇപ്പൊ കോടതിയുടെ അങ്ങനെ ഒരു ജാഗ്രതക്കുറവ്, ആ കുടുംബത്തിന് ഒരു ജാഗ്രതക്കുറവുണ്ടായി എന്ന ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അമ്മയാണിത് ചെയ്തത് എന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ കൊല ചെയ്തത്? ആരാണ് ഈ കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗപ്പെടുത്തിയത്? അവരിൽ ആ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തൊരു പൊതുസമൂഹത്തെ കാണേണ്ടി വരികയാണ് നമ്മൾ. മറിച്ച് അതിനൊപ്പം നിന്ന് ആളുകളെ ക്രൂശിക്കുക എന്ന രൂപത്തിലേക്ക് CPMന്റെ സൈബർ വിഭാഗങ്ങളൊക്കെ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് കേസന്വേഷണം, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ വലിയ പ്രശ്നമായിട്ട് ഇതിൽ കാണേണ്ടത്. അങ്ങനെ ഒരു തരത്തിലും ഇത്തരം കേസുകളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പൊതുസമൂഹം ഒരു ഇടപെടുന്ന ഒരു കേസിനെ പോലും മറ്റേതെങ്കിലും ഒരു തരത്തിൽ അതിലൊരു ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുന്നത്. മറിച്ച് ഇതിന്റെ കാരണക്കാരെ കണ്ടെത്താനുള്ള ഒരു ഇത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ അധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കാണുന്നത് ഒരു കേസിലായാലും ഏതൊരു കേസിലായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇത്.